ഇന്ത്യയുടെ ഈ പറയുന്ന ഇന്ത്യയിലെ ജനാധിപത്യ അവകാശങ്ങളും ഇന്ത്യയിലെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആഗോള പരിഗണനകൾ എത്ര മോശമായിട്ട് പ്രതിച്ഛായയിലേക്കാണ് കൂട്ടുവന്നത് എന്നൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ. പക്ഷേ നമ്മൾ കാണേണ്ടത്, ഞാൻ അരവിന്ദ് കെജ്രിവാളിന്റെ ഉദാഹരണം അല്ലെങ്കിൽ അനേകം, അതുപോലെ തന്നെയാണ് ഇപ്പൊ കുറെ കേസ് പറഞ്ഞിട്ട് ഉണ്ടാക്കിത്തെടുത്തൊരു കേസുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബുദ്ധിജീവി ആക്ടിവിസ്റ്റുകളെ മുഴുവൻ അതിൽ തന്നെ പാട്ടുകാരായിട്ട് ഇപ്പൊ പൊതുവെ മാവോയിസ്റ്റുകളുടെ അനുഭവം പുലർത്തുന്ന കരുതപ്പെടുന്ന കബീർ കലാമിച്ച് എന്ന് പറയുന്ന മറാഠി ഭാഷയിലെ ഏറ്റവും പ്രസിദ്ധരായിട്ടൊരു നാടൻ പാട്ട് സംഘമുണ്ട്. അതിലെ ഗായകരൊക്കെയാണ് ഈ പറയുന്ന ഇപ്പൊ ഭീമ കൊറേഗാവ് VK16 എന്ന പേരിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ 16 തടവുകാരിൽ പാട്ടുകാരികളും ഉണ്ട്. കുറച്ചു പേർക്ക് കോടതിയും ഇടപെട്ട് പലപ്പോഴും നവരാഖക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഈ വേട്ടയുടെ തുടർച്ച, അതാണ് ഡോക്ടർ പറഞ്ഞിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം. VK16 എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമത ബുദ്ധിജീവികളെയും ആക്ടിവിസ്റ്റുകളെയും മുഴുവൻ ജയിലിൽ അടച്ച ഭീമ കൊറേഗാവ് കേസ് ഇപ്പോഴും വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് ദൈനംദിനം. പക്ഷെ അത് ഈ രീതി അവർ ഉപേക്ഷിക്കുകയില്ല എന്ന നിലയിലാണ് ഈ പുതിയ കേസുകളിലേക്ക് കൂടി ഈ BJPയുടെ പുതിയ ഗവൺമെന്റ് കടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ എതിർപ്പും പ്രതിഷേധവും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഈ കണ്ണൂരിലെ ഈ ഒരു നല്ല മഴയുള്ള ഒരു ദിവസം വൈകുന്നേരം കണ്ണൂരിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാണ് എന്താണ് പ്രയോജനമെന്ന് തോന്നാം ഒരു പക്ഷേ കഴിഞ്ഞ 5 വർഷം ഇങ്ങനെ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലെയും മനുഷ്യര്, ജനാധിപത്യവാദികൾ, പുരോഗമനവാദികള്, ഇടതുപക്ഷ നിലപാട് പുലർത്തുന്ന ആളുകള്, പരിസ്ഥിതിവാദികള്, മനുഷ്യാവകാശ പ്രവർത്തകര്, ഇവരൊക്കെ നടത്തിയിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളിലൂടെയാണ് സത്യത്തില് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായി തീരും എന്ന് കരുതപ്പെട്ടിരുന്ന ആളെ ഈ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ മനുഷ്യർക്ക് സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് എതിർക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനത്തിന് ഒരിക്കലും ഇടവേളകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുന്ന നടപടികളിലേക്കാണ് പുതുതായിട്ട് അധികാരത്തിലെത്തിയിരിക്കുന്ന ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. അതിന് ശക്തി എത്ര കുറവാണെങ്കിലും, ലോക്സഭയിലെ ശക്തി എത്ര കുറവാണെങ്കിലും ഒരുപാട് അതിന് യാതൊരു ജനാധിപത്യ ബോധമില്ല എന്നുള്ളതിന്റെ തെളിവ് ഇപ്പോ പ്രോട്ടം സ്പീക്കറുടെ പാർലമെന്റിൽ എന്താ ചെയ്യുന്നതാണ്. പ്രോട്ടം സ്പീക്കറുടെ പദവിയില് ന്യായമായിട്ട് കൊടുക്കേണ്ടത് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന 8 തവണ പാർലമെന്റ് അംഗമായിട്ടുള്ള ഒരാൾ കേരളത്തിൽ പോയിട്ടുണ്ട്, മാവേലിക്കരയിൽ. അയാളുടെ പാർട്ടിയായോ അയാളുടെ രാഷ്ട്രീയമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ ഇന്ത്യൻ പാർലമെന്റിന്റെ 1940 ഒടുവിൽ മുതലുള്ള കീഴ്വഴക്കം വെച്ചിട്ട് ഏറ്റവും ദീർഘകാലം പാർലമെന്റ് അംഗമായ ആളാണ് പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്ന ആളുകളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്ന പദവിയിൽ ഇരിക്കേണ്ടത്. അങ്ങനെയാണ് ഇന്നലെ വരെ നടന്നത്. എന്നിട്ട് ചെയ്തത് ഭർത്തൃഹരി മേത്താബ് എന്ന് പറയുന്ന 7 തവണ പാർലമെന്റ് അംഗമായ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് BJD എന്ന് പറയുന്ന നമ്മുടെ ബിജു ജനതാദളിന്റെ പാർട്ടിയിൽ നിന്ന് കാല് മാറിയിട്ട് BJPക്കാരനായ കക്ഷിയെ വെച്ചിട്ട് പ്രോട്ടം സ്പീക്കറാക്കുക ചെയ്യുന്നത്. അതിന് ഇതൊക്കെ എതിരായിട്ട് യോജിച്ച പ്രശ്നം ഉണ്ടാകുന്നതാണ്. കാരണം ജനാധിപത്യത്തിന് കീഴ്വഴക്കങ്ങളെ, ഭരണഘടനയുടെ നിർദ്ദേശങ്ങളെ പാലിക്കാൻ ഇത്ര ദുർബലമായ അവസ്ഥയിൽ പോലും നരേന്ദ്രമോദിയും സംഘവും BJPയും തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് തുടക്കത്തിലേ വരുന്നത്. ഇവര് നമ്മുടെ MPമാരുടെ സത്യപ്രതിജ്ഞ പോലും നടന്നിട്ടില്ല. അത് സംബന്ധിച്ചിപ്പോ നമുക്കറിയാം, കേരളത്തിലെ ഗവൺമെന്റ് ഒക്കെ വലിയ സന്തോഷമായിരിക്കും. കാരണം അവർക്ക് UAPയെ വളരെ കുളിര് പോരുന്നത്. കാരണം 2 പയ്യന്മാര്, അതിന്റെ ഒരാളെ കുടുംബവുമായിട്ട് എനിക്ക് വലിയ ബന്ധമുള്ളതാണ്. പയ്യന്മാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് എത്ര കാലമാണ് ജയിലിനടത്തിയത് നടത്തുന്ന പുസ്തകം വന്നിട്ട് വായിച്ചു. എന്റെ പുസ്തകം വായിക്കട്ടില്ല. കേരള ഹൈക്കോടതിയുടെ വിധിന്യായം തന്നെയുണ്ട്. മാവോയിസ്റ്റ് പുസ്തകങ്ങൾ വായിക്കുന്നത് തെറ്റായ നിയമപരമായിട്ട് ഒരു തരത്തിലും തെറ്റില്ല. നിങ്ങൾക്ക് എത്ര മാവോയിസ്റ്റ് പുസ്തകങ്ങൾ വേണമെങ്കിലും തലയിൽ ചുമന്ന് നടക്കുകയോ വഴിയിലിരുന്ന് വായിക്കുകയോ വീട്ടിൽ കൊണ്ടുപോയി വായിക്കുകയോ ഒക്കെ ചെയ്യാം. നിയമപരമായി പൂർണ്ണമായും ശരിയാണെന്ന് ഇന്ത്യയിലെ കേരളത്തിലെ ഹൈക്കോടതിയുടെ വിധി പോലും ഉണ്ട്. അപ്പോ എന്നിട്ടാണ് 2 ചെറുപ്പക്കാരെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ UAP എന്ന് പറഞ്ഞിട്ട് കേരളത്തെ തടവിൽ അടയ്ക്കുകയും പിന്നീട് കോടതികളിൽ നിന്ന് അവര് വിടുതൽ നൽകി ഇപ്പൊ വിചാരണയുടെ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ സ്ഥലത്തും ഈ പറയുന്ന ജനാധിപത്യ നിഷേധത്തിന്റെ ഈ നടപടികളുണ്ട്. ഈ നടപടികൾക്കെതിരായിട്ട് നമ്മളെല്ലായ്പ്പോഴും പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ കൂടിയിട്ടുള്ള ആളുകൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. നമ്മൾ ആരും കഴിഞ്ഞ
ആശയിച്ചിട്ടുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അരുന്ധതി റോയിക്കെതിരായിട്ടുള്ള ഈ വലിയ കിരാതമായ നീക്കത്തിനെതിരായിട്ടും നമ്മുടെ പ്രതിഷേധവും എതിർപ്പും ഒക്കെ രേഖപ്പെടുത്താനാണ് ഈ യോഗം ചേർന്നിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്തുള്ള മുഴുവൻ ആളുകളും തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളിൽ തുടർന്നും സഹകരിക്കണമെന്ന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് 2010 നടക്കുന്നത്. 2010 എന്ന് പറയുമ്പോൾ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യയിലെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി മാവോയിസ്റ്റുകളാണ് എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച പി ചിദംബരം ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ഒരു സർക്കാരിന്റെ കാലത്തായിരുന്നു അരുന്ധതി റോയിക്കെതിരായി ഈ ആദ്യമായിട്ട് കേസെടുക്കുന്നത്. അന്ന് UAP ചുമത്തിയിരുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ് ഈ കേസിന് ആധാരമായ വസ്തുത? ഇന്ത്യയിലെ ഭരണകൂട വേട്ടക്കെതിരായി വ്യാജ ഏറ്റുമുട്ടലിനെതിരായിട്ട് ഡൽഹിയിൽ സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ സംസാരിച്ചതിന്റെ പേരിലാണ് അരുന്ധതി റോയിക്കും കാശ്മീരിലെ ഒരു സർവകലാശാലയിലെ പ്രൊഫസറായ ഷെയ്ഖ് ഹുസൈനെതിരായും 2010 കേസെടുത്തത്. 2010 കേസ് അങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് ഒരു കാശ്മീർ പണ്ഡിറ്റായ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് ഒരു അപേക്ഷ സമർപ്പിക്കുന്നു. നേരത്തെ KC ഉമേഷ് ബാബു സൂചിപ്പിച്ചതുപോലെ BJPക്ക് വേണ്ടി ശിവായി പണിയെടുക്കുന്ന ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അരുന്ധതി റോയിക്കും ഷെയ്ഖ് ഹുസൈനുമെതിരായി UAP പ്രകാരം കേസെടുക്കുവാൻ വേണ്ടി അനുമതി നൽകിയിരിക്കുകയാണ്. അരുന്ധതി റോയി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. അവർ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെമ്പാടും നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരായിട്ട് ശബ്ദമുയർത്തിയ വ്യക്തിത്വമാണ്. അത് കാശ്മീരിലായാലും പാകിസ്ഥാനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും പലസ്തീനിലായാലും നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെ ഇതിനെതിരായിട്ട് ലോകതലത്തിൽ തന്നെ കിട്ടാവുന്ന വേദികളിലടക്കം നിരന്തരമായി ശബ്ദിച്ച വ്യക്തിത്വമാണ്. അവരുടെ പുസ്തകം എഴുതിയ വകയിൽ കിട്ടിയ കാശുകൾ പലതും തന്നെ ആദിവാസികൾക്കും അതുപോലെ തന്നെ പാവപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങൾക്കും വേണ്ടി നീക്കിവെക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പൊ അരുന്ധതി റോയിക്കെതിരായി കേസെടുക്കാനുള്ള നീക്കം ലോകതലത്തിൽ തന്നെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ലോകതലത്തിൽ തന്നെ ഉയരുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിലെ പല ഭാഗത്തും നടക്കുന്ന ഈ പ്രതിഷേധം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ അരുന്ധതി റോയിക്കെതിരായി ഇന്ത്യയിലെ സർക്കാരിന്റെ അനുമതിയില്ലാതെ അവരുടെ ശിവായി പണിയെടുക്കുന്ന ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരം ഒരു നടപടി എടുക്കില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ മോദി സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്നാണ് ആലോചിക്കേണ്ടത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പ്രധാനപ്പെട്ട ഒരു വിശകലനം എന്ന് പറയുന്നത് മോദി സർക്കാരിന്റെ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്നു. മോദി സർക്കാരിന്റെ കഴിഞ്ഞ തവണത്തെക്കാളും സീറ്റ് കുറഞ്ഞിരിക്കുന്നു. BJPക്ക് കേവല ഭൂരിപക്ഷം എന്ന സ്വപ്നം അറ്റുപോയിരിക്കുന്നു. NDA തന്നെ കത്തിച്ച് തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ സർക്കാർ ഇനി മുതൽ കുറച്ച് കരുതലോടുകൂടി നീങ്ങും. ഇനി മുതൽ കുറച്ച് ഫാസിസ്റ്റ് നടപടികളൊക്കെ തന്നെ കുറയ്ക്കും. ഇനി മുതൽ ഒരു കാര്യം ചെയ്യുമ്പോൾ 2 വട്ടം ആലോചിക്കും തുടങ്ങിയ വിലയിരുത്തലുകൾ നിർലോഭമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്താണ് ആ നടപടി കൊണ്ട് മോദി സർക്കാർ സൂചിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറഞ്ഞാലും ഞങ്ങളുടെ ഫാസിസ്റ്റ് നടപടിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന കൃത്യമായ ഉത്തരമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഭൂരിപക്ഷം കുറഞ്ഞത് ഫാസിസ്റ്റ് നടപടികൾ കൂടുതൽ അക്രമാസക്തമായി പ്രയോഗിക്കാനുള്ള ഒരു ഇടവേളയായി മോദി സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാം ആലോചിക്കേണ്ടത് ഇത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഈ അരുന്ധതി റോയിക്കെതിരായി UAP ചുമത്തി കേസെടുക്കാൻ അനുമതി നൽകുന്നത്. അത് G7 ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു. G7 ഉച്ചകോടി നടക്കുന്ന സന്ദർഭത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലോകം ഇനി മനുഷ്യാവകാശ പ്രശ്നത്തെ അഡ്രസ് ചെയ്യണം, അഭിമുഖീകരിക്കണം എന്നതായിരുന്നു. G7 ഉച്ചകോടി നടക്കുന്ന വേദിക്കരികിൽ പോലും അത്തരമൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. നിങ്ങൾ മനുഷ്യാവകാശത്തെ കേൾക്കുവാൻ തയ്യാറാണ്. ലോകത്തെമ്പാടും മനുഷ്യാവകാശ ധ്വംസനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മനുഷ്യാവകാശങ്ങളെ കേൾക്കുവാൻ തയ്യാറാകണമെന്ന രീതിയിൽ ലോകതലത്തിൽ തന്നെ ആശയങ്ങൾ ഉയർന്നു വന്നത്. അങ്ങനെ ലോകതലത്തിൽ
മനുഷ്യാവകാശത്തെ കേൾക്കണമെന്ന ആശയം ലോകതലത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുമ്പോഴാണ് ഇവിടെ അതിന് വിരുദ്ധമായി, അതിന് തീർത്തും വിരുദ്ധമായി അരുന്ധതി റോയ്ക്കും ഷെയ്ഖ് ഹുസൈനും എതിരായി UAPA ചുമത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് അരുന്ധതി റോയിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഈ BK-16 എന്ന് പറയുന്ന ഭീമ കൊറേഗാവ് കേസുമായി ബന്ധപ്പെട്ട് 16ഓളം ഇന്ത്യയിലെ ക്രീമുകൾ എന്ന് പറയാവുന്ന 16ഓളം മനുഷ്യർ ജയിലിൽ കിടക്കുമ്പോൾ നിങ്ങളെ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം അറിയുവാൻ വേണ്ടി യാതൊരു വിലക്കുമില്ലാതെ തുറന്നു വിട്ടിരിക്കുന്നത് എന്ന്. അന്ന് അരുന്ധതി റോയ് അതിന് പറഞ്ഞ മറുപടി ശ്രദ്ധേയമായിരുന്നു. എന്നെ പോലുള്ള ഒരാളുടെ മുഖം മോദി സർക്കാരിന് ആവശ്യമാണ്. ലോകതലത്തിൽ മോദി പലയിടത്തും ചുറ്റിക്കറങ്ങുമ്പോൾ ഇന്ത്യയിൽ മനുഷ്യാവകാശ ദംശനമൊന്നും നടക്കുന്നില്ല, നിങ്ങൾ കാണുന്നില്ലേ? എന്റെ സർക്കാരിനെതിരായി ഏറ്റവും രൂക്ഷമായി പ്രതികരിക്കുന്ന ഈ അരുന്ധതി റോയിയെ പോലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കേസിൽ പോലും പെടുത്തിയിട്ടില്ല എന്ന് ലോകത്തിന് മുമ്പാകെ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് എന്നെ തുറന്നുവിട്ടിരിക്കുന്നത് എന്ന് അരുന്ധതി റോയ് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു സത്യം. പക്ഷെ ഇന്ന് മോദിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജനാഭിപ്രായം കുറഞ്ഞുവന്ന ഈ സന്ദർഭത്തിൽ ഒരു മനുഷ്യാവകാശങ്ങളും അനുവദിക്കില്ല എന്ന കൃത്യമായ പ്രഖ്യാപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കകത്ത് മാവോയിസ്റ്റ് വേട്ട ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ഈ അടുത്ത കാലത്ത് ഇവിടുത്തെ സർക്കാർ ഊർജിതമാക്കിയിട്ടുള്ളത്. മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നവരോട് അഭിപ്രായ ഭിന്നതയുണ്ടാകാം, അവരുടെ ആശയങ്ങളോട് അഭിപ്രായ ഭിന്നതയുണ്ടാകാം. പക്ഷെ മാവോയിസ്റ്റുകൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഛത്തീസ്ഗഡിലെയും ബസ്തറിലെയും ആദിവാസികളെ വെടിവെച്ചു കൊല്ലുകയും അവർക്കെതിരായി UAPA പ്രയോഗിക്കുകയും അവരെ അന്യായമായി ജയിലിലടക്കുകയും ചെയ്യുന്ന നടപടി ഒരു ജനാധിപത്യ ഭരണകൂടത്തിന്, ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, യഥാർത്ഥത്തിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ വരുന്ന ഒരു കാര്യം 115 മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു, അല്ലെങ്കിൽ 116 മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങി എന്നൊക്കെയുള്ള വാർത്തകളാണ്. നമ്മുടെ മാധ്യമ ലോകത്തിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഭരണകൂടം പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ അച്ചടിക്കുക എന്നത് മാത്രമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ വെടിവെച്ച് കൊല്ലപ്പെടുന്നത് പാവപ്പെട്ട ആദിവാസികളാണ്. യഥാർത്ഥത്തിൽ കീഴടങ്ങി എന്ന് പറയുന്ന ആദിവാസികളാണ്. അവർക്ക് പണവും അതുപോലെ തന്നെ അവർക്ക് പുനരധിവാസവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ കീഴടങ്ങൽ നാടകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മാവോയിസ്റ്റുകളുടെ മറവിൽ ഇന്ത്യയിലെ പലയിടത്തും കൊല ചെയ്യപ്പെടുന്നത് ആദിവാസികളാണ്. അതിനൊരു കാരണമുണ്ട്. ഈ ഛത്തീസ്ഗഡ് തുടങ്ങിയ പ്രദേശങ്ങൾ യഥാർത്ഥത്തിൽ ധാതു സമ്പത്ത് കൊണ്ട് സമ്പന്നമായ പ്രദേശങ്ങളാണ്. ഈ ധാതു സമ്പത്ത് കൊണ്ട് സമ്പന്നമായ പ്രദേശങ്ങളിൽ അത് തുച്ഛമായ വിലയ്ക്ക് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കും വിദേശത്ത് കോർപ്പറേറ്റുകൾക്കും നൽകുന്നതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിശക്തമായ പ്രക്ഷോഭങ്ങൾ യഥാർത്ഥത്തിൽ നാം അറിയണം. ഇവിടുത്തെ പാവപ്പെട്ട ആദിവാസികൾ ഛത്തീസ്ഗഡ് പോലുള്ള ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലെ സാധാരണ ആദിവാസികളുടെയും ദളിതുകളുടെയും ജീവിതമൊന്നും നാം കാണേണ്ടതാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും 50-60 രൂപ ഒരു ദിവസം കൂലി ചെയ്യേണ്ടി വരുന്ന ഗതികെട്ട ജന്മങ്ങളാണ് ഇവരൊക്കെ തന്നെ. അപ്പൊ അവരുടെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട തുക എന്ത് ചെയ്യുന്നു? ഇവിടെ കോർപ്പറേറ്റുകൾക്ക് ധാതു സമ്പത്ത് കൊള്ളയടിക്കുവാൻ വേണ്ടി തുച്ഛമായ വിലക്ക് എഴുതി കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ ഇങ്ങനെ തടിച്ചു കൊടുക്കുന്നത്? ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ തടിച്ചു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് അവകാശപ്പെട്ട നമ്മളുടെ മുഴുവൻ മനുഷ്യരും അനുഭവിക്കേണ്ട സമ്പത്ത് ഇവർക്ക് തീരെഴുതി കൊടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ തടിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ബാങ്കുകളിലെ മൂലധനം പോലും നാം അറിയേണ്ടത് ഒരു 10-50,000 രൂപ നാം പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇവിടുത്തെ ഒരു ബാങ്കിൽ നിന്ന് വായ്പയെടുത്താൽ അത് അടക്കുവാൻ ദാരിദ്ര്യത്തിൽ നിന്ന് തട്ടിയെടുത്ത് മുങ്ങുന്ന ഇവിടുത്തെ കോർപ്പറേറ്റുകളെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമ്പത്ത് ഈ വിധം കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാൻ കൊടുക്കുന്ന അവരാണ് ഇവിടുത്തെ അരുന്ധതി റോയിയെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അരുന്ധതി റോയ്ക്കെതിരായ നടപടിക്കെതിരായി ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റിനെ തെറി കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. രാജ്യസ്നേഹത്തിന്റെ പേര് പറഞ്ഞാണ് തെറി കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ആർക്കാണ് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് രാജ്യസ്നേഹം പറയാൻ എന്ത് അവകാശമാണുള്ളത്? സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് ബ്രിട്ടീഷുകാരന് വേണ്ടി പാദസേവ ചെയ്തവർ, ഇന്ത്യൻ ദേശീയ പതാക പോലും പിടിക്കാൻ സന്നദ്ധമല്ലെന്ന് പറഞ്ഞവർ, 1957
1950 RSSന്റെ നിരോധനം പിൻവലിക്കുന്ന സമയത്ത് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്ന നിലയിൽ മാത്രം ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിക്കാമെന്ന് പറഞ്ഞവർ അവരാണോ ഈ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? ആരാണ് രാജ്യസ്നേഹികൾ? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു 4 അതിരുള്ള ഒരു പ്രദേശമല്ല, ഒരു ഭൂപടത്തിന്റെ മാത്രം പേരല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് അതിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് സമാധാനപരമായി എല്ലാ മനുഷ്യരെയും പോലെ നല്ല നിലയിൽ ജീവിക്കാൻ കഴിയുന്ന അവകാശമാണ് ഒരു രാജ്യത്തിന്റെ മേന്മ എന്ന് പറയുന്നത്. അല്ലാതെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ അവര് രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുക അല്ല രാജ്യസ്നേഹം. രാജ്യസ്നേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഇന്ത്യയിലെ ജനതയുടെ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് രാജ്യദ്രോഹം. മറിച്ച് ഇന്ത്യയിലെ ജനതയെ കൊള്ളയടിക്കുന്ന ശക്തികൾക്കെതിരെ, ഇന്ത്യയിലെ ജനതയെ ആക്രമിച്ച് കൊല്ലാക്കൊല ചെയ്യുന്നവർക്കെതിരായി നടപടിയെടുക്കുന്നവർ രാജ്യസ്നേഹത്തിന്റെ പക്ഷത്തിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ അരുന്ധതി റോയി രാജ്യസ്നേഹത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരികളാണ്. ഇന്നലെ മാതൃഭൂമിയുടെ ഒരു അവാർഡ് സ്വീകരിച്ചുകൊണ്ട് സക്കറിയ എന്ന് പറയുന്ന മലയാളത്തിന്റെ പ്രഗത്ഭനായ എഴുത്തുകാരൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ തന്നെ എഴുത്തുകാരുടെ വംശം എന്ന് പറയുന്നത് നിവർന്നു നിൽക്കാൻ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നാണ്. അങ്ങനെ നിവർന്നു നിൽക്കാൻ ഭയപ്പെടുന്ന എഴുത്തുകാരുടെ ഒരു വംശത്തിനകത്ത്, അത്തരം എഴുത്തുകാരുടെ വംശത്തിനകത്ത് ഇതാ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും നാവായ എഴുത്തുകാരുടെ വംശം കുട്ടിയേറ്റ് പോയിട്ടില്ല എന്ന് നമ്മുടെ രാജ്യത്തിലെ അടിച്ചമർത്തപ്പെട്ട ജനതക്കൊപ്പം നിന്നുകൊണ്ട് പ്രഖ്യാപിച്ച എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈ എഴുത്തുകാരിയെ വേട്ടയാടാനുള്ള എല്ലാ ശ്രമങ്ങൾക്കുമെതിരെ അവർക്കൊപ്പം നിന്നുകൊണ്ട് പോരാടാനുള്ള ബാധ്യത ജനങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദികൾ. ദീർഘമായി ഇവിടെ പ്രസംഗം നേരത്തെ പ്രസംഗിച്ച ആളുകൾ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ശ്രീമതി അരുന്ധതി റോയ് നേരിടുന്നത് എന്റെയും നിങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റങ്ങളെ ചെറുത്തതിന്റെ പേരിലുള്ള ഭരണകൂട ഭീകരത. 10 വർഷം മുമ്പ് പ്രസംഗം ചെയ്തതിന്റെ പേരിൽ അരുന്ധതി റോയിയെ UAPA ചുമത്തി ജയിലിലടച്ച് അവിടെ നാവഴിയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന ആളുകൾ, ഭരണകൂടത്തിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്ന ആളുകൾ, അവരുടെയെല്ലാം നിശബ്ദമാക്കിക്കൊണ്ട് അവരെയെല്ലാം പരിപൂർണ നിശബ്ദതയിലേക്ക് കൊണ്ടുപോയി ഭരണത്തിന് റാൻമൂടുന്ന ആളുകൾ മാത്രം മതി നാട്ടിലെന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഫാസിസം എത്രമാത്രം ക്രൂരമായും എത്രമാത്രം ഭീകരമായും എന്നെയും നിങ്ങളെയും വേട്ടയാടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അരുന്ധതി റോയ് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ, അരുന്ധതി റോയ് ജയിലിൽ കിടന്നാൽ എനിക്കെന്ത് നഷ്ടമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ മാറിപ്പോകും. ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെയാണ് സമരം ചെയ്തത്. ഗാന്ധിജിയുടെ സമരം ഇന്നത്തെ ഭരണകൂടത്തിനെതിരെയായിരുന്നെങ്കിൽ ഒന്നാമത്തെ സമരത്തിൽ തന്നെ ഗാന്ധിജിയെ വെടിവെച്ചു കൊല്ലുമായിരുന്നു. ബ്രിട്ടീഷുകാരൻ കാണിച്ച ജനാധിപത്യ ദോഷം പോലും ഇന്നത്തെ ഭരണകൂടം കാണിക്കുന്നില്ല. അരുന്ധതി റോയിയെ കുറിച്ച് പറയുമ്പോഴോ നമ്മുടെ നാട്ടുകാരിയാണ്, കോട്ടയംകാരിയാണ്. അഖില ലോക സാഹിത്യ രംഗത്ത്, അന്തർദേശീയ രംഗങ്ങളിൽ ഇന്ത്യയുടെ മുഖമാണ് അരുന്ധതി റോയ്. ഇന്ത്യയുടെ അംബാസിഡറായി നമ്മൾ അവതരിപ്പിക്കുന്നയാളാണ് അരുന്ധതി റോയ്. ആ അരുന്ധതി റോയിയാണ് അഭിപ്രായം പറഞ്ഞു, സർക്കാരിനെതിരെ അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിൽ തടവിടുന്നത്. ഈ രീതി മുന്നോട്ട് പോയാൽ നാളെ ഇത് എനിക്കും നിങ്ങൾക്കുമെല്ലാം ബാധകമാകുന്ന അവസ്ഥയിലേക്ക് വരും എന്നതിനൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഈ സമരം അരുന്ധതി റോയിയെ UAPA നടത്താൻ ചുമത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിനെതിരെയുള്ള സമരം ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതിന് മുഴുവൻ ആളുകളും സമരരംഗത്തേക്ക് വരേണ്ടതുണ്ട്. അതോടൊപ്പം ഒന്നും കൂടെ നേരത്തെ സുരേന്ദ്രനാഥ് ഇവിടെ സൂചിപ്പിച്ചു, ലോകം ആദരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകയും പരിസ്ഥിതി പ്രവർത്തകയുമായ മേധാ പട്കർ 7 ദിവസമായി നിരാഹാരം കിടക്കുകയാണ്. ഒരു ശമ്പള കുടിശ്ശിക കിട്ടാത്തത് കൊണ്ടല്ല നിരാഹാരം കിടക്കുന്നത്, അവരുടെ വീട്ടിലേക്കുള്ള വഴി വെട്ടിത്തരാത്തത് കൊണ്ടല്ല നിരാഹാരം കിടക്കുന്നത്. നർമ്മദ പദ്ധതി നടപ്പിലാകുമ്പോൾ ആയിരക്കണക്കിന് ആദിവാസികൾക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നു, നിരവധി ജനങ്ങൾക്ക്
അവരുടെ ജീവിതമാർഗങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുകയും വെള്ളത്തിലാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ജനങ്ങൾ സമരം ചെയ്തപ്പോൾ ആ സമരത്തിന്റെ ഭാഗമായി സർക്കാർ ഒരു കരാറുണ്ട്. ആ കരാറിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും നടപ്പിലാക്കാതെ വീണ്ടും പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ മുക്കിക്കൊണ്ടുകൊണ്ട് വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ മുഴുവൻ മുക്കിക്കൊള്ളുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോഴാണ് ലോകമാതിരിക്കുന്ന ശ്രീമതി മേധാ പട്കർ 7 ദിവസമായി നിരാഹാരം കിടക്കുന്നത്. ഈ വാർത്തകളൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ കാതുകളും കണ്ണുകളും എല്ലാം കെട്ടിവെക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹിതരെ, നമ്മെ അന്ധമാക്കി നിർത്തുന്ന ഈ കെട്ടുകൾ അഴിച്ചു മാറ്റിക്കൊണ്ട് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് കാണാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇല്ലെങ്കിൽ വരും കാലം മുഴുവൻ ഈ അന്ധകാരത്തിനകത്ത് തന്നെ ഇരുന്ന് നമ്മൾ നരകിച്ച് നശിക്കേണ്ടി വരുമെന്ന് പറയാതിരിക്കുക വയ്യ. ഫാസിസത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെ മുഴുവൻ രാജ്യദ്രോഹികളാക്കി മാറ്റി അവരെ ജയിലിലടക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക. ഈ കിരാത നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതികരണവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒരു ബസ്റ്റാൻഡിൽ ഒരു മൂലയ്ക്ക് 4-5 ആളുകൾ ചേർന്ന് ചെയ്യേണ്ട സമരങ്ങളല്ല ഇത്. ഇതൊരു ജനത മുഴുവൻ ഏറ്റെടുക്കുന്നുണ്ട്. നമ്മുടെ അഭിമാന ഭാജനങ്ങളായ സാഹിത്യകാരികളെയും അഭിപ്രായം പറയുന്ന സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന തീരെ വനിതകളെയും അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ പോരാടാനും അതിനെതിരെ പ്രതികരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നാളെ ഈ സമരം ഒരു വലിയ ദേശീയ സമരമായി വളർന്നു വരണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ മേധാ പട്കർ നടത്തുന്ന സമരത്തിന്, നിരാഹാര സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന പരിപാടി, ധർണാ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് മുഴുവൻ ആളുകളോടും വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ 4 മണിക്ക് എല്ലാവരും ഇവിടെ എത്തിച്ചേരണമെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിമർശിക്കാനും വിമർശിക്കാനും എവിടെയാണോ അവസരമുള്ളത് അവിടെ വിയോജിക്കുന്നവരെയൊക്കെ തന്നെ എതിർപക്ഷത്ത് നിർത്തുക, വിമർശിക്കുന്നവരെല്ലാം തന്നെ ശത്രുക്കളാണെന്ന് കരുതുന്ന ഒരു സാഹചര്യം എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ജനാധിപത്യം അവസാനിച്ചു. നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനുള്ള ഔചിത്യം, അതിനുള്ള വിവേകം, അതിനുള്ള മര്യാദ, അത് എനിക്കുണ്ടെങ്കിൽ മാത്രമേ അതിനോട് നിങ്ങളുടേതായിട്ടുള്ള ആ അവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ജനാധിപത്യവാദിയാവൂ. അല്ലെങ്കിൽ ജനാധിപത്യം എന്നുള്ളത് എനിക്ക് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കാനുള്ള ഉപാധി മാത്രമാണ്. നമ്മളൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച ബംഗ്ലാവിനകത്തുള്ള കൂട്ടിലടക്കപ്പെട്ട മൃഗങ്ങൾക്ക് തുല്യമാണ്. പുറത്തു നിന്ന് ആളുകൾ കൂടിനകത്തുള്ള മൃഗങ്ങളെ കാണും. ഈ മൃഗങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ അവർ കരുതുന്നത് തങ്ങൾ വളരെ സ്വതന്ത്രരാണ്, തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അതിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും ഭക്ഷണം എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ സൗകര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ മൃഗങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്കവാറും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്ത് കടന്നിരിക്കുന്ന ആളുകളുടെ അവസ്ഥ. അവർ കരുതുന്നത് അവർ കയറിയിരിക്കുന്ന കൂടിൽ വളരെ സ്വതന്ത്രമായ ഒരു കൂടാണ്. പുറത്തുള്ള എല്ലാം കുഴപ്പം പിടിച്ചതും തന്റെ ഈ കൂട് മാത്രം വളരെ സ്വതന്ത്രമായിരിക്കുന്നതും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിരിക്കുന്നു എന്നുള്ളതാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് പുറത്തേക്കുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ബംഗ്ലാവിലെ ജീവികളെ പോലെ നമ്മുടെ സാധാരണ മനുഷ്യർ വിവിധ കക്ഷി രാഷ്ട്രീയ കൂടുകളിലേക്ക് മാറ്റി നിർത്തപ്പെടുകയാണ്. ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നതിന് കൃത്യമായ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം എന്ന് പറയുന്ന അധികാരത്തിന്റെ രാഷ്ട്രീയമാണ്. എന്റെയും നിങ്ങളുടെയും അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുമ്പോൾ പോലും, എന്റെയും നിങ്ങളുടെയും ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ പോലും ഞാനും നിങ്ങളും നമ്മുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. വർഷങ്ങൾക്ക് മുന്നേ, പതിറ്റാണ്ടുകൾക്ക് മുന്നേ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് കരുതുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട്. അന്ന് നമ്മുടെ ഭരണാധികാരികൾ ഏതെങ്കിലും തരത്തിൽ ജനവിരുദ്ധമായ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ, അത് പൊതുജനങ്ങളുടെ ഇടയിൽ ചർച്ചയായി കഴിഞ്ഞാൽ, അതാത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിൽക്കുന്ന മനുഷ്യരൊക്കെ തന്നെ
അതിന്റെ നേതൃത്വങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുമായിരുന്നു. നിങ്ങൾ ഈ ചെയ്യുന്നത് ജനവിരുദ്ധമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ജനവിരുദ്ധരായ നേതാക്കന്മാരെ വെച്ചുകൊണ്ട്, നേതൃത്വത്തെ വെച്ചുകൊണ്ട് ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കില്ല. പ്രസ്ഥാനത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള അടികളെന്ന് നാം വിളിച്ച് അപഹസിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കരുത്തുറ്റ വിഭാഗമായിട്ടുള്ള സാധാരണ പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകർ നേതാക്കന്മാരെ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്യുമായിരുന്നു. പക്ഷേ ആ ചോദ്യം ചെയ്തവർക്ക് ഇന്ന് അവസാനിച്ചു. തങ്ങളുടെ നേതാക്കന്മാർ പറയുന്നതെല്ലാം, അവർ ഭരണാധികാരികളായി മാറിയാൽ അവർ ചെയ്യുന്നതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആ പ്രവർത്തികളെല്ലാം ന്യായീകരിക്കുക എന്നുള്ളതാണ് ആ പ്രസ്ഥാനത്തിനകത്തെ ഓരോ പ്രവർത്തകന്റെയും ഓരോ അനുഭാവിയുടെയും ഉത്തരവാദിത്തം. അത് ഭംഗിയായി നിർവഹിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കേവലം ഈ പറയുന്ന ഉപജീവികളായി മാറിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയമായ നിലപാടുകളില്ലാതെ നേതൃത്വത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു വിഭാഗമായിട്ട് മാറുന്നു. അതിന്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ചിന്തകളെ ഞാൻ എന്റെ സ്വതന്ത്ര ചിന്തകളിൽ നിന്ന് മാറ്റി ഭരണകൂടത്തിന്റെ ചിന്തകളായി മാറുന്നു. ഭരണകൂടം എന്താണോ ആവശ്യപ്പെടുന്നത് അത് അപ്പടി ഞാനും ഏറ്റുവാങ്ങുകയാണ്. ഭരണകൂടത്തിന്റെ ഉപാധികൾ എന്തൊക്കെയാണോ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റെടുത്ത് അത് പ്രചരിപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം എനിക്കാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുന്നു. രാജ്യദ്രോഹമെന്നും ഭീകരവാദമെന്നുമൊക്കെ നാം ഉച്ചകുത്തുന്ന ഈ നിലപാടുകളെ സത്യസന്ധമായി പരിശോധിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആരാണ് നേരത്തെ സുനി പറഞ്ഞതുപോലെ രാജ്യസ്നേഹത്തെ കുറിച്ച് സംസാരിക്കുന്നവർ യഥാർത്ഥത്തിൽ രാജ്യസ്നേഹികളാണോ അല്ലയോ എന്ന് പരിശോധിക്കണ്ടേ? നമുക്ക് അങ്ങനെ ഒരു പരിശോധന മാനദണ്ഡമുണ്ടോ? അങ്ങനെ മാനദണ്ഡം ഉണ്ടെങ്കിൽ ആ മാനദണ്ഡം എന്താണ്? ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും നമ്മുടെ ഇടയിലില്ല. ആരെങ്കിലും ഒരാൾ മോദി സർക്കാരിനെ വിമർശിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ പിണറായി വിജയന്റെ സർക്കാരിനെ വിമർശിച്ചു കഴിഞ്ഞാൽ, ഇനി നാളെ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു സർക്കാരിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അയാൾ രാജ്യദ്രോഹിയാണ്. അയാളുടെ പേരിൽ ഇനി എന്ത് നടപടി സ്വീകരിച്ചാലും നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു പരാതിയുമില്ല. അയാൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. വളരെ കൃത്യമായ ന്യായീകരണമാണ്. അയാൾ എന്തിനങ്ങനെ സംസാരിച്ചു? മറ്റാരെങ്കിലും അങ്ങനെ സംസാരിച്ചോ? ഇതാണ് ചോദ്യം. നാം ആലോചിച്ച് നോക്കുക. എന്റെയും നിങ്ങളുടെയും അധികാരമായിട്ടുള്ള വോട്ട്, ആ വോട്ട് വാങ്ങി അധികാരത്തിൽ എത്തിച്ചേരുന്നവരാണ് നമ്മുടെ ഭരണാധികാരികൾ. അവർ യഥാർത്ഥത്തിൽ നമ്മുടെ ദാസന്മാരാണ്, നമ്മുടെ ഭൃത്യന്മാരാണ്, നമ്മുടെ സേവകന്മാരാണ്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നാം ഒരു പ്രതിനിധിയായി തെരഞ്ഞെടുത്തയച്ചവരാണ്. അവർ നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മൾ എന്താണോ പറയുന്നത് ആ പറയുന്നത് ന്യായമാണെങ്കിൽ ആ ന്യായമായ കാര്യം പരിഗണിക്കാനും ആ ന്യായമായ കാര്യം നടപ്പിലാക്കാനും ബാധ്യസ്ഥരാണ് ഭരണാധികാരികൾ. മറിച്ച് ഭരണാധികാരികൾ എന്താണോ പറയുന്നത് ആ പറയുന്നതിനെ അപ്പടി ഏറ്റുവാങ്ങിയിട്ട് അതിന്റെ ഒരു ജിഹയായിട്ട്, അതിന്റെ ഒരു മെഗഫോണായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഭീകരവാദ വിരുദ്ധ നിയമമാണ് UAPA എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അരുന്ധതി റോയ് എന്ന് പറയുന്ന ലോകത്തിലെ ബുക്കർ പ്രൈസ് ജേതാവായിട്ടുള്ള, ഇന്ത്യയിലേക്ക് ബുക്കർ പ്രൈസ് കൊണ്ടുവന്നിട്ടുള്ള ലോകപ്രശസ്തിയായ എഴുത്തുകാരി. ആ എഴുത്തുകാരിയെ 2010 ഡൽഹിയിൽ നടന്ന ഒരു പ്രഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ പ്രഭാഷണത്തിൽ സംസാരിച്ച വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ പേരിൽ 14 വർഷങ്ങൾക്ക് ശേഷം സക്സേന എന്ന് പറയുന്ന, സക്സേനയെ കുറിച്ച് എനിക്ക് മുന്നേ സംസാരിച്ച സുഹൃത്തുക്കൾ പറഞ്ഞു ആരാണ് സക്സേന എന്ന്. ലഫ്റ്റനന്റ് ഗവർണർ എന്നാണ് പറയുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക അല്ല. അവിടെ BJPയുടെ അടുക്കളയിൽ മുസ്ലിംകാരനായി പണിയെടുക്കാൻ പോലും അർഹതയില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു ചണ്ടി പണ്ടാരം എന്നേ പറയാൻ പറ്റും. കാരണം എന്തെന്നാൽ നമ്മുടെ ഗവർണറും അവിടുത്തെ ഗവർണറും രണ്ടും കണക്കാം. അവിടുത്തെ സംസ്ഥാന സർക്കാർ പാസാക്കിയ 45 നിയമങ്ങളുണ്ട്. അവിടുത്തെ സംസ്ഥാന നിയമസഭ പാസാക്കിയ ആ 45 നിയമങ്ങളിൽ 40 നിയമങ്ങളും തടഞ്ഞു വെച്ചിരിക്കുക. പാസാക്കി കൊടുത്തിട്ടില്ല. അതിന് ബില്ലിന് അനുമതി കൊടുത്തിട്ടില്ല. അതൊക്കെ തടഞ്ഞു വെച്ചിരിക്കുക. അവിടുത്തെ ജനങ്ങളുടെ വീട്ടുപടിക്കൽ റേഷൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു ബില്ലുണ്ട്. അതായത് നിങ്ങൾ റേഷൻ ഷോപ്പിലേക്ക് പോകേണ്ട, സർക്കാരിന്റെ ചെലവിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റേഷൻ സാധനങ്ങൾ ഏതൊക്കെയാണോ അതിന് നിങ്ങൾ പൈസ അടച്ചു കഴിഞ്ഞാൽ, ഓൺലൈനായി പൈസ അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിന്റെ വാതിൽക്കൽ സാധനം എത്തിച്ചേരും. ഒരു ബില്ലാണ്. ആ ബില്ലിന് അനുമതി കൊടുത്തിരിക്കുക. കാരണം
സീറ്റാണ്. 70-ൽ 67 സീറ്റ് മേടിച്ചിട്ടാണ് ജയിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ല, അത്രയും കഴിവുകെട്ട നാളംകെട്ട സക്സേന എന്ന് പറയുന്ന ഈ ചങ്ങാതിയാണിപ്പോൾ 14 വർഷത്തിന് ശേഷം അരുന്ധതി റോയിയെ UAPA ചുമത്തിയിട്ട് കേസെടുക്കാൻ വേണ്ടി അനുമതി കൊടുത്തിരിക്കുന്നത്. എന്താണ് ഭീകരവാദം? ഭീകരവാദ വിരുദ്ധ നിയമം എന്ന് പറയുമ്പോൾ അതിന്റെ ലളിതമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. 1947 ആഗസ്റ്റ് 15 ശേഷമാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ പറയുന്നു. അതിനു മുന്നേ ഇന്ത്യ അസ്വതന്ത്രമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ബ്രിട്ടനെതിരായിട്ട് ഇന്ത്യക്കകത്ത് 2 തരത്തിലുള്ള സമരങ്ങൾ നടന്നിരുന്നു. ഒന്ന്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു സമരം. 2, അതിന് നേരെ വിരുദ്ധമായി ഹിംസാത്മകമായ സമരവും നടന്നിട്ടുണ്ട്. നമ്മുടെ ഭഗത് സിംഗിനെ പോലുള്ള വട്കേശ്വർ ദത്ത്, ചന്ദ്രശേഖർ ആസാദ്, രാജഗുരു അതുപോലുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ, ചെറുപ്പക്കാരായ മനുഷ്യരുടെ നേതൃത്വത്തിൽ സായുധമായ പോരാട്ടം. ബ്രിട്ടീഷുകാരൻ ജാലിയൻവാലാബാഗിൽ നടത്തിയ കൂട്ടക്കൊലക്കെതിരെ ഒരു അഹിംസയും നടക്കില്ല, അതിന് നേതൃത്വം കൊടുത്ത ഡയറിനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗത് സിംഗും കൂട്ടുകാരും ഇന്ത്യക്കകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. അക്രമാസക്തമായ അതുപോലെ തന്നെ ഹിംസാത്മകമായ സമരവും ഗാന്ധിജിയുടെ ഈ അഹിംസാ സമരത്തിന് സമാന്തരമായിട്ട് പാരലായിട്ട് ഇന്ത്യക്കകത്ത് നടന്നിട്ടുണ്ട്. അന്ന് ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷ് ഭരണാധികാരികളും അതുപോലെ തന്നെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് മാധ്യമങ്ങളും, ബ്രിട്ടീഷ് മാധ്യമം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരന്റെ മാത്രം മാധ്യമമല്ല, ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് അടിയറ വെച്ചിട്ടുള്ള, സ്വതന്ത്ര ചിന്ത അടിയറ വെച്ചിട്ടുള്ള ഇവിടത്തെ മാധ്യമ ഗൃഹങ്ങളും അവരുടെ ഏജന്റുമാരും പറഞ്ഞത് ഭഗത് സിംഗ് ഭീകരവാദിയാണ്. ഭഗത് സിംഗും ഭഗത് സിംഗിന്റെ കൂടെയുള്ളവരും അവരുടെ പ്രസ്ഥാനവും ഭീകരവാദ പ്രസ്ഥാനമാണ്, അതുകൊണ്ട് അടിച്ചമർത്തണം, അതിനെ അടിച്ചമർത്തിയേ പറ്റൂ. തങ്ങൾക്ക് ജാലിയൻവാലാബാഗിലെ വളരെ സമാധാനപരമായി സമരം ചെയ്ത മനുഷ്യരെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിനെതിരായി അത്തരത്തിൽ തിരിച്ചടിക്കാനുള്ള അവകാശമില്ല എന്ന് പറയുമ്പോൾ അത് ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതും ജനാധിപത്യമാണ്. ആ ജനാധിപത്യം പ്രയോഗിച്ചപ്പോൾ ഭഗത് സിംഗ് ഇന്ത്യയിലെ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ആളായി മാറി. ഇത് 47 മുന്നെയാണെന്ന് ഓർക്കുക. 47 കഴിഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഭരണം ഇന്ത്യക്കാരുടെ കയ്യിലെത്തി. നെഹ്റുവിലൂടെ, ഇന്ദിരാഗാന്ധിയിലൂടെ, ലാൽ ബഹദൂർ ശാസ്ത്രിയിലൂടെ, ഇന്ദിരാഗാന്ധിയിലൂടെ, രാജീവ് ഗാന്ധിയിലൂടെ, പിന്നെ ഒരുപാട് പ്രധാനമന്ത്രിമാർ നമ്മുടെ രാജ്യത്ത് എത്തിച്ചേർന്നു. ഇപ്പോ അവസാനം ഭരിക്കുന്നത് നമ്മുടെ മോദിയാണ്. 2014. എന്താ മോദിയുടെ നിലപാട്? ഭഗത് സിംഗിനെ കുറിച്ചും മോദിയുടെയും സംഘപരിവാറുകാരുടെയും നിലപാട് പറയണം. 1947 മുമ്പ് ഭഗത് സിംഗ് ഭീകരവാദിയായിരുന്നു. നിങ്ങൾക്ക് സങ്കേതമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചുണയുണ്ടോ പറയാൻ ഭഗത് സിംഗ് ഭീകരവാദിയാണ് എന്ന്? ഇല്ല, പറയില്ല. മറിച്ച് എന്താ RSSകാരൻ പറയുക, എന്താ സംഘപരിവാറുകാരൻ പറയുക? ദേശാഭിമാനിയാണ്. അതെങ്ങനെയാ? 47 മുന്നേ ഭീകരവാദിയായ ഭഗത് സിംഗ് 47 ശേഷം ദേശാഭിമാനിയാകുന്നത്, രാജ്യസ്നേഹിയാകുന്നത്? അവിടെയാണ് നാം കാര്യം മനസ്സിലാക്കേണ്ടത്. കാലം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഇന്ന് സംഘപരിവാറുകാരനും സക്സേനയും അതുപോലെ തന്നെ മോദിയും ഷായും കേന്ദ്ര ഭരണാധികാരികളും എന്തിനീയ തലക്കൽ പിണറായി വിജയൻ വരെയുള്ള ഭരണകൂടത്തിന്റെ അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നവരൊക്കെ ജനവിരുദ്ധരെന്ന് ആക്ഷേപിക്കുന്ന മനുഷ്യർ, ജനവിരുദ്ധമെന്ന് നിങ്ങൾ പറയുന്ന പ്രസ്ഥാനങ്ങൾ, അവയൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നേരെ തിരിച്ചു. അവർ രാജ്യസ്നേഹികളായി മാറും, അവർ പോരാളികളായി മാറും, അവർ രക്തസാക്ഷികളായി മാറും. ഭഗത് സിംഗിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന എന്താ? രക്തസാക്ഷി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്ന, ഭീകരവാദി എന്ന വാക്കല്ല. ഭീകരവാദി എന്ന് ബ്രിട്ടീഷുകാരൻ മുദ്രകുത്തിയ ഭഗത് സിംഗ് ചരിത്രത്തിന്റെ ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ രക്തസാക്ഷിയായി രൂപാന്തരം പ്രാപിക്കുന്നുണ്ടെങ്കിൽ അരുന്ധതി റോയി എന്ന് പറയുന്ന എഴുത്തുകാരി ചരിത്രത്തിന്റെ കാലത്തിന്റെ ഒരു ഘട്ടം പിന്നിട്ടു പോകുമ്പോൾ ജനപക്ഷത്ത് നിൽക്കുന്ന എഴുത്തുകാരിയായി വാഴ്ത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ചു. കാരണം ചരിത്രവും കാലവും എന്ന് പറയുന്നത് അതിൻ്റെതായ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഭീകരവാദത്തെ രാജ്യസ്നേഹമായും അതുപോലെ തന്നെ ജനപക്ഷ രാഷ്ട്രീയക്കാരായും മാറ്റിയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്, ഇനിയും മാറും.
ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഭീകരവാദം നിന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് നേരത്തെ സുനി പറഞ്ഞതുപോലെ കോർപ്പറേറ്റുകളുടെ കൊള്ളയ്ക്ക് വേണ്ടിയുള്ള താല്പര്യമാണ്. അവതാരിക്കും അതാരിക്കും അതുപോലെ തന്നെ ഈ ധനകാര്യത്തിലേക്ക് വരുന്ന എല്ലാ കോർപ്പറേറ്റ് കമ്പനികൾക്കും സുഗമമായ പാതയൊരുക്കി കൊടുക്കണം. നിങ്ങൾക്ക് കാശ്മീരിലേക്ക് നിങ്ങൾക്ക് സുഗമമായ പാതയൊരുക്കി കൊടുക്കണം. കാശ്മീരിന്റെ പ്രത്യേക അധികാരം എന്ന് പറയുന്ന 307 ആർട്ടിക്കിൾ. ആ 307 ആർട്ടിക്കിൾ എന്ന് പറയുന്നത് കാശ്മീരിനെ ഇന്ത്യൻ ഭരണഘടനയിൽ അനുവദിച്ചിട്ടുള്ള ഒന്നാണ്. എന്തിനാണ് എടുത്തിരിക്കുന്നത്? കാശ്മീർ എന്ന് പറയുന്ന ആ പ്രദേശം ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല 1947 കാലഘട്ടത്തിൽ. അവിടുത്തെ അന്നത്തെ ഭരണാധികാരി, ഹിന്ദു ഭരണാധികാരി ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് ജനങ്ങൾ ശാഠ്യം പിടിക്കുകയും അവസാനം ആ പ്രദേശത്തെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ഒരു സന്ധി എന്നുള്ള നിലയിലാണ് കാശ്മീരിന് 307 ആർട്ടിക്കിൾ പ്രകാരമുള്ള പ്രത്യേക പദവി നൽകിയത്. ആ പദവി നൽകുമ്പോൾ കാശ്മീരികൾക്ക് അവരുടെ പ്രദേശത്തെ ഭൂമി വാങ്ങിക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. പുറമേ നിന്നുള്ള മനുഷ്യർക്ക് തോന്നും പോലെ പോയിട്ട് കേരളത്തിൽ നിന്നിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് കേരളീയനോ ഭൂമി വാങ്ങിക്കുന്നത് പോലെ വാങ്ങിക്കാൻ എനിക്കും നിങ്ങൾക്കും കാശ്മീരിൽ പോയിട്ട് ഭൂമി വാങ്ങിക്കാൻ പറ്റില്ലായിരുന്നു. ആ 307 വകുപ്പ് പ്രകാരം കാശ്മീരാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി വിഭവങ്ങളുടെ ടൂറിസ്റ്റുകളുടെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിലൊന്നാണ്. അവിടങ്ങളിലേക്ക് കോർപ്പറേറ്റുകൾക്ക് കടന്നു ചെല്ലാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ഭരണകാലത്ത് മൂലം കോർപ്പറേറ്റുകൾക്ക് പുറംകടക്കാൻ വിസമ്മതിച്ച കാശ്മീരിലേക്ക് കോർപ്പറേറ്റുകൾക്ക് കടന്നു കയറാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 370 എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നീക്കം ചെയ്തുകൊണ്ട് നമ്മുടെ മോഡിയും ഷായും തീരുമാനമെടുത്തു. ഇവിടെയുള്ള നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ മുഴുവൻ ആഹ്ലാദഭരിതരായി കേട്ടപ്പോൾ എന്താ മാപ്പിളമാരുടെ അധികാരം എടുത്ത് കളഞ്ഞു. ഭയങ്കര സന്തോഷം. മാപ്പിളമാരുടെ അധികാരമല്ല എടുത്തു കളഞ്ഞത്. പകരം അംബാനിക്കും അദാനിക്കും അതുപോലെ ലോകത്തെമ്പാടുമുള്ള കോർപ്പറേറ്റുകൾക്കും കാശ്മീരിലേക്ക് കടന്നു കയറാനും അവിടെ ഭൂമി യഥേഷ്ടം വാങ്ങിക്കൂട്ടാനും അവരുടെ മുഴുവൻ താല്പര്യം സംരക്ഷിക്കാനുമുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. ഈ കഴിഞ്ഞ 3-4 വർഷത്തിനുള്ളിലായിട്ട് കാശ്മീരിൽ ആരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ഇന്ന് ഹിന്ദുത്വത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിൽ കൈകൊട്ടി കളിക്കുന്ന സുഹൃത്തുക്കൾ ഒന്ന് അന്വേഷിച്ചു നോക്കണം. അവിടെ ഗുജറാത്തിൽ അടക്കമുള്ള വിവിധ മേഖലകളിലുള്ള കോർപ്പറേറ്റുകൾ ഭൂമി വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ വേണ്ടി. കാശ്മീരിന് വേണ്ടിയല്ല. നിങ്ങൾ ആലോചിക്കണം, ഇത് തന്നെയാണ് ഇന്ത്യയിലെ എല്ലായിടത്തും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരു ഓപ്പറേഷൻ കകാർ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഓപ്പറേഷൻ കകാർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തിമ ദൗത്യം, ഫൈനൽ മിഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഫൈനൽ മിഷൻ എന്താ? ഇന്ത്യയുടെ ഭൂമിയിൽ നിന്ന്, ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് മാവോയിസ്റ്റുകളെ തൂത്തുവാരി കളിക്കാം. കഴിഞ്ഞ ദിവസവും നമ്മുടെ അമിത്ഷായുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. മാവോയിസ്റ്റുകളെ തൂത്തുവാരും അതിനു വേണ്ടി എന്തും ചെയ്യും. അതായത് പ്രസ്താവന. അങ്ങനെ തൂത്തുവാരാൻ കഴിയുന്നതാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ നിങ്ങൾ തൂത്തുവാരുന്നത് മാവോയിസ്റ്റുകളെ അല്ല. നിങ്ങൾ തൂത്തുവാരുന്നത് ദണ്ഡകാരണ്യ എന്ന് പറയുന്ന വസ്ത്രമടക്കം വരുന്ന ഛത്തീസ്ഗഡിലെ ഏറ്റവും ധാതു സമ്പന്നമായിട്ടുള്ള പ്രദേശമുണ്ട്. ഫോറസ്റ്റാണ്. 4000 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഫോറസ്റ്റ്. അതിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള ഇരുമ്പയിര്, അതുപോലെ തന്നെ ബോക്സൈറ്റ്, ഇന്നേ തരത്തിൽ പ്ലൂട്ടോണിയം വരെയുള്ള ഒടുങ്ങാത്ത ധാതു സമ്പത്തിന്റെ ഒരു വലിയ ഖനിയാണ് ഈ പറയുന്ന 4000 കിലോമീറ്റർ വിസ്തൃതിയുള്ള വനമേഖല. കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ആ വനത്തിൽ ജീവിക്കുന്നത് ആദിവാസികളാണ്. ആ ആദിവാസികൾ അവിടങ്ങളിലേക്ക് ഈ കോർപ്പറേറ്റ് കമ്പനികൾ കയറി വരുമ്പോൾ അവർ ശക്തമായി ഉപരോധം നടത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ എവിടെയും നമ്മൾ ആദിവാസികളുടെ പോരാട്ടത്തെ കുറിച്ച് പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല. ബസാമുണ്ടെ എന്ന് പറയുന്ന പോരാളിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ 1857 ഒന്നാം ശിപ്പായി ലഹള എന്ന് പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിനും 15 വർഷങ്ങൾക്ക് മുന്നേ മുതൽ, അതിനു മുമ്പ് മുതൽ ഇന്ത്യയിലെ ആദിവാസികൾ ബ്രിട്ടീഷുകാരനെതിരെ ഐതിഹാസികമായ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതിന് വയനാട് വരെ. വയനാടിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതിനും
കർഷകന്മാർ തയ്യാറായിട്ടുമില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ദണ്ഡകാരണ്യം എന്ന് വിളിക്കുന്ന ഛത്തീസ്ഗഡിലെ 4000 കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശത്തെ ധാതു സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ മാറി മാറി വന്നിട്ടുള്ള ഭരണകൂടങ്ങൾ, സർക്കാരുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെ ശക്തമായി ചെറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ മേഖലയിലെ ആദിവാസികൾ. ആ ആദിവാസികളെ നേടാൻ വേണ്ടി ഇപ്പോൾ ഏതാണ്ട് 10,000-ലധികം വരുന്ന പാരാമിലിറ്ററി BSF, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, അതുപോലെ തന്നെ അവിടെയുള്ള ലോക്കൽ പോലീസ്, ഇവരൊക്കെ അണിനിരത്തിയിരിക്കുകയാണ്. 3 സൈന്യ വിഭാഗങ്ങളിൽ നിന്ന്, പാരാമിലിറ്ററി വിഭാഗങ്ങളിൽ നിന്ന് 10,000-ലധികം പോലീസുകാരെ, ഭടന്മാരെ അണിനിരത്തിയിട്ട് ഏരിയൽ ബോംബിംഗ്, ആകാശത്തൂടെ ബോംബിംഗ് നടക്കുകയാണ്. എവിടെയാണോ ആദിവാസികൾ താമസിക്കുന്നത് ആ മേഖലയിലേക്ക് പോയിട്ട് ബോംബിംഗ് നടത്തുന്നു. നമ്മുടെ ഇവിടുത്തെ പത്രക്കാരൻ നാണമില്ലാതെ എഴുതിയ 29 ആദിവാസികൾ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. മാവോയിസ്റ്റുകൾ എവിടെ? മാവോയിസ്റ്റുകളല്ല കൊല്ലപ്പെടുന്നത്. സത്യസന്ധമായ വാർത്ത കൊടുക്കാൻ പോലും നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറല്ല. നമുക്കറിയാലോ, കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോ 4-ാം തീയതി റിസൾട്ട് വരാനിരിക്കുക. മാധ്യമം നമ്മളിവിടെ ഭയങ്കരമായിട്ട് പറയുന്ന മാതൃഭൂമി, മനോരമ എല്ലാരും ഇവരൊക്കെ വാർത്തകൾക്ക് എന്ത് വാർത്ത? വരാൻ പോകുന്നു 350-400 കളി. ആയിരിക്കും 400 വേടിയുടെ 400 പാടില്ല എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനടക്കം ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ദൈവമേ, കുടുങ്ങിയോ, കഥ കഴിഞ്ഞോ, ഇനി എന്ത്? ഒന്നുമില്ല. എഴുതി 8ഓളം വരുന്ന ഏജൻസികൾ, ചാനലും അതുപോലെ തന്നെ പ്രിന്റ് മാധ്യമങ്ങളും അണിചേർന്ന് നിന്നിട്ടുള്ള 8ഓളം ഏജൻസികൾ നമ്മുടെ മുന്നിലേക്ക് വാർത്തയിട്ട് തന്നു. എക്സിറ്റ് പോൾ എന്താ പറഞ്ഞത്? 350-400 ഇടയിൽ തൂത്തുകാരാൻ പോകുന്നു. എന്താ? പ്രശാന്ത് കിഷോർ. ഭയങ്കര അവനാണ് എല്ലാവരും പോലീസിന്റെ അടുത്ത് പോയിട്ടൊന്നും തന്നെ വരാൻ നോക്കിയതാണ്. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ചെലവാകത്തോണ്ട് തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോയിട്ട് അവിടെ ഇതിനെ പറഞ്ഞ എന്താ വെച്ചാൽ വ്യത്യാസപ്പെടില്ല, കോൺഗ്രസ് സെറ്റപ്പെടാൻ പോകുന്നില്ല, 50-ന് താഴേക്ക് പോകണോ, കഴിഞ്ഞ ദിവസത്തേക്കാളും മോശമാണ്. തൂത്തുകാരും 350-400 മണി നമ്മളൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. 4-ാം തീയതിയാണ് വോട്ടെണ്ണ നടക്കുന്നു. വോട്ടെണ്ണ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ട എന്താ? 390 വന്നിരിക്കുക. NDA, BJP അല്ല, BJP 240, 290 വന്നിരിക്കുന്നു. 240 BJP. എവിടെ പോയി മാധ്യമക്കാരൻ? ചാനലുകാരുടെ എക്സിറ്റ് പോകാറുണ്ട്. നമ്മൾ ചോദിച്ചോ ഈ വാർത്ത നാണമില്ലാതെ പ്രചരിപ്പിച്ചവരോട്? എന്റെ വീട്ടിലിറങ്ങുന്ന പത്രം, ആ പത്രക്കാരനായ ചെറുപ്പക്കാരനോട് ചോദിച്ചിട്ട് കാര്യമില്ല. എഴുതണം, എഡിറ്റർ കഴിയണം. നീ എന്ത് പണിയാണ് ചെയ്തിരിക്കുന്നത്? മോഡിക്ക് കൂട്ടിക്കൊടുക്കുന്ന പണിയാണ് നീ ചെയ്യുന്നത്. ആ പണിക്കല്ല ഞാൻ നിന്റെ പത്രം വാങ്ങിക്കുന്നത്. നിന്റെ ചാനൽ കാണുന്നത് അതിനല്ല എന്ന് പറയാനുള്ള നട്ടലുള്ള മനുഷ്യരായി എനിക്കും നിങ്ങൾക്കും മാറാൻ സാധിക്കുമോ? സാധിക്കേണ്ടതുണ്ട്. സാധിച്ചിട്ടില്ല എങ്കിൽ നാളെ എന്റെയും നിങ്ങളെയും കാശിന് തന്നെ നമ്മളെ കുരുതി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നവരായി ഇവിടെ മാധ്യമങ്ങൾ അടക്കം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നേതാക്കളുടെ സമരം 7 അല്ല 70 ദിവസം കഴിഞ്ഞാലും ഇവിടുത്തെ ഒരു പത്രക്കാരനും എഴുതാൻ പോകുന്നില്ല. അവരതിന്റെ ആവശ്യമില്ല. കാരണം നേതാക്കന്മാർ പട്ടിണി കിടക്കുന്നത് അവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടിയാ. ആർക്ക് വേണം ആദിവാസിയെ? എനിക്ക് വേണോ? നിങ്ങൾക്ക് വേണോ? ആർക്കും വേണ്ട. ഇതൊക്കെ രാഷ്ട്രീയക്കാർക്ക് വേണോ? അവർ വോട്ട് വേണ്ടാണോ? അല്ല. വെള്ളാപ്പള്ളി നടേശനും നവോത്ഥാനനായകൻ പറക്കരുത്. ആരാ? കോഴിക്കോട് ഒരു കനാലിൽ, അവിടെയുള്ള ഒരു ഡ്രെയിനേജിൽ, ഓവുചാലിൽ ഒരു 2 അന്യസംസ്ഥാന തൊഴിലാളികൾ വീട് കിടക്കുമ്പോൾ അവർ ശ്വാസം മുട്ടി ചാകാൻ പോകുമ്പോൾ നൗഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ രക്ഷപ്പെടുത്തി. കേരള സർക്കാർ അവരെന്തോ പാരിതോഷികം കൊടുത്തു. എന്നിട്ട് ഈ നാടൻ കെട്ട മനുഷ്യൻ പറഞ്ഞത് എന്താ? മാപ്പിളയായതുകൊണ്ടാ നഷ്ടപരിഹാരം കൊടുത്തു. ഹിന്ദുവായിരുന്നെങ്കിൽ കൊടുക്കില്ലായിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടോ? കോഴിക്കോട് നഗരത്തിന്റെ മധ്യത്തിൽ നടന്ന ഒരു സംഭവത്തിൽ നമ്മളെ നയിക്കുന്ന നവോത്ഥാന നായകനായിട്ട് പിണറായി വിജയന്റെ നവോത്ഥാന നായകനായിട്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. ആ വെള്ളാപ്പള്ളി നടേശന്റെ നവോത്ഥാന കാലത്ത് ഞാൻ ഇവരിൽ നിന്ന് മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇന്നലെയും ഈ പറയുന്ന മനുഷ്യൻ ഇന്നലെയും തന്റെ വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും അയാൾ നവോത്ഥാന നായകന്റെ സ്ഥാനത്ത് മാറ്റാൻ വേണ്ടി പിണറായി വിജയൻ നട്ടയില്ല. പിണറായി വിജയൻ ഇപ്പോഴും
അയാളെ തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങളുടെ പക്ഷപാതിത്വങ്ങൾ എന്തായിരുന്നാലും അത് വിഷയമേ അല്ല. പിണറായി വിജയൻ വോട്ട് ബാങ്കായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ SNDP-യുടെ ഈഴവരുടെ വോട്ട് വേണ്ടത് ആ വോട്ട് കണ്ടിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ കാലിന് കീഴിൽ കിടക്കുന്ന രാഷ്ട്രീയക്കാരായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഞാനും നിങ്ങളും പോസ്റ്റൊട്ടിച്ച് മുദ്രാവാക്യം വിളിച്ച് യാതന വെച്ച് നടക്കുന്നത് ഇവർക്ക് വേണ്ടിയാണ്. ഇവർ നമ്മളെ കൊണ്ട് എത്തിച്ചു നിർത്തുന്നത് ഇത്തരത്തിലുള്ള നെറികെട്ട നാണം കെട്ട സമുദായ നേതാക്കന്മാരുടെ ജീവിതമാണ്. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാധ്യമങ്ങളായിരുന്നാലും ശരി, നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നാലും ശരി, ഇവിടത്തെ എഴുത്തുകാരെന്ന് പറയുന്ന കേരളത്തിനടുത്ത് നമുക്കറിയാം, അന്ന് ഉഗാണ്ടയിൽ എവിടെയെങ്കിലും പട്ടിണി മരണം നടന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രതിഷേധിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കുറെ എഴുത്തുകാരുണ്ട്. സച്ചിദാനന്ദൻ മുതൽ ഇങ്ങോട്ടുള്ള എവനുകുണ്ടൻ വരെയുള്ള എഴുത്തുകാരുടെ നീണ്ട നിരയുണ്ട്. പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുന്നവർ എന്ത് നെറിനോട് കാണിച്ചാലും മിണ്ടില്ല. കാരണം ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നവരാണ് പലരും. അക്കാദമി ചെയർമാൻഷിപ്പ് അത് വലിച്ചെറിഞ്ഞു കൊടുത്ത് അതിന്റെ ഏനാപ്പൂള് വായിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന സച്ചിദാനന്ദന് മിണ്ടാൻ പറ്റില്ല. അരുന്ധതി റോയ് ജയിൽ കിടന്നാലും സച്ചിദാനന്ദൻ മിണ്ടില്ല. അവർക്ക് മിണ്ടാൻ ഒറ്റലുണ്ടാവില്ല, അതിന് സഞ്ചാരം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വന്ന പത്രക്കാരനായിരുന്നാലും ചാനലുകാരനായിരുന്നാലും രാഷ്ട്രീയക്കാരനായിരുന്നാലും എഴുത്തുകാരായിരുന്നാലും ഇന്ന് ഭരണകൂടത്തിന്റെ ദാസന്മാരായി മാറുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതിനെതിരെ ശബ്ദിക്കുന്ന മനുഷ്യരെ മുഴുവൻ രാജ്യദ്രോഹികളായി മുദ്രകുത്തി ജയിലിലടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അരുന്ധതി റോയ് എന്ന് പറയുന്ന ധീരയായ പച്ചാളം പോലെ എവിടെയും എപ്പോഴും കടന്നു എന്ന് എനിക്ക് പറയാനുള്ളത് പറയും. അതിന്റെ പേരിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്താലും എനിക്ക് പ്രശ്നമെന്ന് പറയുന്ന പകുതി മലയാളിയായിട്ടുള്ള അയ്മനക്കാരി, കോട്ടയം അയ്മനക്കാരിയായിട്ടുള്ള അരുന്ധതി റോയ് എന്ന് പറയുന്ന ആ സ്ത്രീയെ സംബന്ധിച്ച് ഓരോ മലയാളിയും അഭിമാനിക്കണം. ഓരോ മലയാളിയും അഭിമാനിക്കണം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും തലയെടുപ്പാണെന്ന് ഇത്രയും വലിയ അധികാര കേന്ദ്രത്തിന് വെല്ലുവിളിക്കാനുള്ള അവരുടെ സഞ്ചാരത്തിന് മുന്നിൽ തലകുടിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ദീർഘമായ വളരെ കാര്യപ്രസക്തമായ പ്രശ്നമാണ് ഇവിടെ 2-3 പേർ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ പ്രകടനം കേട്ടിരുന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും മനുഷ്യാവകാശ സംഘടനയുടെ പേരിൽ ആദ്യമായി തന്നെ നന്ദി പറയട്ടെ. ഇന്ത്യയിലെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഏതൊരു പൗരനും അവന്റെ അഭിപ്രായങ്ങൾ വളരെ എഴുതിയോടുകൂടി പ്രകാശിപ്പിക്കാനുള്ള അന്തസ്സുള്ള സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇവിടെയുള്ള എല്ലാ വ്യക്തികൾക്കും ഓരോ വ്യക്തികൾക്കും തങ്ങളുടെ അഭിപ്രായം വ്യക്തിപരമായി പ്രകാശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത്തരം വ്യക്തികളുടെ അഭിലാഷങ്ങളെ വളരെ വ്യക്തതയോടുകൂടി സമൂഹത്തിന് വേണ്ടി പ്രകാശിപ്പിക്കാൻ കഴിവുള്ള ധീരരായ പല എഴുത്തുകാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം ധീരരായ എഴുത്തുകാരെ എന്നും തന്നെ ഭരണകൂടം ഭയപ്പെട്ടിട്ടുമുണ്ട്. അതായത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് വേണ്ടി ധീരമായി അഭിപ്രായം പ്രകാശിപ്പിക്കുന്ന അത്തരം ധീരരായ വ്യക്തിത്വങ്ങളുടെ മുൻനിരയിലാണ് അരുന്ധതി റോയിയെ പോലുള്ള ധീരവനിത. അതും പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിനകത്ത് നാളിതുവരെ ഉയർന്നു വന്ന സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളൊക്കെ തന്നെ പുരുഷന്മാരായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ സമൂഹത്തിന്റെ മുഖം പാശ്ചാത്യ സമൂഹത്തിനകത്ത് തന്നെ ഒരു വനിതയിലൂടെ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനം കേൾക്കുന്ന നമ്മൾ അവർക്കെതിരെ വരുന്ന ഏതൊരു നീക്കത്തിനെതിരെയും പ്രതിഷേധിക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ വർത്തമാന കലാപത്തിൽ ഞങ്ങൾ ഓരോരുത്തരും മൗനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മൗനം യഥാർത്ഥത്തിൽ നമ്മളെ ദീപശക്തിയാണ്, മൗനം നീതിയാണെന്നാണ് സാംസ്കാരിക നായകന്മാരൊക്കെ പറയാം. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത് അരുന്ധതിയെ പോലെയുള്ള ധീര വനിതകൾ അവരുടെ സൂചികയിലൂടെ ഉയർന്നു വരുന്ന അവകാശങ്ങളുടെ പോരാട്ടങ്ങളുടെ സുവിശദമായ പ്രസ്താവങ്ങൾ ഇന്ത്യൻ സമൂഹത്തെ വളരെ മുന്നോട്ട് നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സംരംഭങ്ങളുമായി സഹകരിക്കാനും അവർക്കെതിരെയുള്ള ഇത്തരം ധീരരായ എഴുത്തുകാരെ ഇല്ലാതാക്കാനുള്ള ഫാസിസ്റ്റ് നടപടിക്കെതിരെയുള്ള ഭരണകൂടത്തിന്റെ ഭീതികൾക്കെതിരെ പ്രതിഷേധിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരു പൗരനും അവന്റെ പൗരാബോധത്തിന്റെ അടിസ്ഥാനത്തിൽ